പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. അത് ശരിയല്ല. എന്റെ വക ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് പറയുന്നത് ശരിയായിരിക്കില്ല. കാരണം അദ്ദേഹവും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. പക്ഷെ ഒരു നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ. അപ്പോ അത് നടന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇത്ര വലിയൊരു കഥ ഉണ്ടാക്കാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ അതെങ്ങനെ ഞാൻ പറയാം? അത് പറയാൻ പാടില്ലാതല്ലേ. ഞങ്ങള് വാതിലടച്ച് സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. അല്ല, ഈ ചർച്ച നിങ്ങൾക്ക് മനസ്സിലായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അപ്പോ ഈ ചിലർ പറയുന്നത് പ്രശ്നം തീരുന്നു, അത് ഇത് അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായില്ല. പ്രശ്നമുണ്ടായിരുന്ന ആൾക്കാർ അവര് മനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ പറഞ്ഞോട്ടെ പ്രശ്നം തീർന്നോ ഇല്ലെന്ന്. എനിക്ക് പ്രശ്നം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചില വിഷയങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്, സംസാരിച്ചു. നല്ലോണം രണ്ട് ഭാഗത്തും നല്ലോണം നന്നായി സംസാരിക്കാൻ അവസരം കിട്ടും. എന്ത്? ഞാനൊരു പരാതി പറഞ്ഞൊരു വ്യക്തിയല്ല, പരാതി പറയാനല്ല വന്നത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ സംസാരിച്ചു. പക്ഷേ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ആരുടെ എതിരും പരാതി പറയില്ല, എന്റെ കാര്യത്തെക്കുറിച്ച് പരാതി പറയില്ല. എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്, അതിന് പങ്കെടുക്കാനൊരു അവസരം മാത്രം. ഷൈനിക്കാട് പറയുന്നത് ഇല്ല. ഇതുവരെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അതിന്റെ ഉത്തരവാദിത്തങ്ങളോ ചുമതലകളോ ഒന്നും അതിനെക്കുറിച്ചൊരു ചർച്ച ആവാൻ സമയമായിട്ടില്ല. എന്റെ അറിവിൽ എന്തായാലും അതിനെക്കുറിച്ചൊന്നും ചർച്ച ഉണ്ടായിട്ടില്ല. അത്രയെങ്കിലും ഞാൻ പറയാം. ഞങ്ങൾ വേറെ കാര്യങ്ങളാണ് സംസാരിച്ചത്. പക്ഷേ അത് എനിക്ക് അവരോട് ചോദിക്കണ്ടേ, വിമർശമുള്ളവർ പറയട്ടെ എന്താ വിഷയം എന്ന്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ സൈറ്റ് ചെയ്ത ചില സോഴ്സസിനെ കുറിച്ച് അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ നല്ല ഡേറ്റ കാണിച്ചു തന്നാൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഞാൻ ആരുടെയും എന്താ പറയാ, ആരുടെയും ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ ആവർത്തിക്കാനല്ല ഇറങ്ങിയത്. ഞാൻ 15-16 വർഷമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ നമ്മളുടെ യുവാക്കളൊക്കെ തൊഴിലില്ലായ്മ ഇല്ലാതെ ഉള്ള കാരണം അവർ ഈ നാട് വിട്ടിട്ട് പോകുന്നു. നമുക്ക് അവർക്ക് തൊഴിൽ സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം, പുതിയ സ്റ്റാർട്ടപ്സ് ഉണ്ടാക്കണം, ഓൺടർപ്രണർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊക്കെ കുറെ വർഷങ്ങളെ പറഞ്ഞ് നടക്കണം. നിങ്ങൾ യൂട്യൂബിലും കൂടി കാണാം. 10-7 വർഷമായിട്ട് ഈ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ടല്ലോ. ഞാനിത് പുതിയ കാര്യമല്ല പറഞ്ഞത്. അപ്പോ പെട്ടെന്ന് ഒരു റിപ്പോർട്ട് കാണുമ്പോൾ ആ റിപ്പോർട്ടില് ഞാൻ ആവശ്യപ്പെട്ടതൊരു കാര്യം ഈ കഴിഞ്ഞ 18 മാസത്തിൽ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ അതിനെ അംഗീകരിച്ചിട്ട് ആദ്യം സംസാരിച്ചു കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസംഗത്തിൽ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരേ ഡേറ്റ എടുത്തിട്ട് ഞാൻ ആർട്ടിക്കിളും എഴുതി. അതിനെ പെട്ടെന്ന് ആൾക്കാർ വായിക്കുന്നത് നല്ലതന്നെ. എന്റെ അഭിപ്രായത്തിൽ ഒരു ഗുണം ഈ വിവാദത്തിന് വന്നിരിക്കുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ഉണ്ടാവട്ടെ. കേരളത്തിൽ സ്റ്റാർട്ടപ്സ് നടക്കുന്നുണ്ടോ? നമ്മളുടെ യുവകൾക്ക് ഇപ്പോൾ ഇനിയും തൊഴിൽ സാധ്യതകൾ കൂടുന്നുണ്ടോ? ഓൺടർപ്രണർഷിപ്പ് വഴിക്ക് നമ്മളുടെ സാമ്പത്തിക വളർച്ച നന്നാവുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് അത് എന്താണ് യാഥാർത്ഥ്യം എന്ന് സ്ഥാപിക്കാൻ ഓരോരോ കക്ഷികൾക്ക് അവരുടെ അഭിപ്രായവും ഡേറ്റയും ഉണ്ടെങ്കിൽ അത് വരട്ടെ. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ശരിക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയത്തിൽ. നമ്മുടെ രാഷ്ട്രീയത്തിൽ വെറും പാർട്ടി പോളിറ്റിക്സ് കളിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവരുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്, അവരെ സംരക്ഷിക്കാൻ നമുക്ക് വല്ല ചിന്തയുണ്ടോ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വല്ല പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ അഥവാ ഇത് സത്യമല്ലെങ്കിൽ ഇതിനെ യാഥാർത്ഥ്യമാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് പറയട്ടെ. ഈ ചർച്ച വരുന്നതിൽ ഞാൻ ഒരു തെറ്റും കണ്ടിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ് ഈ ചർച്ച വന്നത്. അത് ഞാൻ സൈറ്റ് ചെയ്തത് ഒരു CPMന്റെ ഒരു ഡോക്യുമെന്റ് ഒന്നുമല്ല. ഞാൻ സൈറ്റ് ചെയ്തത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് 2024 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്സും 24. ഇത് രണ്ട് മാത്രമാണ് ഞാൻ സൈറ്റ് ചെയ്തത്. ഇനി അത് തെറ്റാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചാൽ ജനങ്ങൾ കേൾക്കട്ടെ. എന്റെ അഭിപ്രായത്തിൽ ജനങ്ങളുടെ ഇടയിലും നിങ്ങളുടെ മാധ്യമത്തിലും ഇതൊക്കെ ഒരു ചർച്ച ആക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ വിവാദം ഉണ്ടാക്കാനല്ല എഴുതിയത്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ അതിനെ സ്വീകരിച്ചു. അതിലും കൂടി ഞാൻ പറഞ്ഞു, ഇത് സത്യമാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കൂ ഞാൻ എഴുതിയിരിക്കുന്നത്. P. രാജീവിന്റെ ഒരു കോട്ടിന് വെച്ച് ഞാൻ പറഞ്ഞു ഇത് സത്യമാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇവര് അടുത്ത വർഷം പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനെ തുടരുമോ അതിനെ എതിരിക്കോ, ഇതിനൊക്കെ ചോദിച്ചിട്ടില്ല. ഞാൻ വെറും ഏത് രാഷ്ട്രീയം കളിക്കാനല്ല എഴുതിയത്. ഞാൻ അടിസ്ഥാനത്തിന്റെ ബേസിസിലാണ് ഞാൻ ഒരു കാര്യം എഴുതുമ്പോൾ എപ്പോഴും ഒരു കാരണമുണ്ടാവും. ഞാൻ രാഷ്ട്രീയം കളിക്കാനല്ല ഈ ആർട്ടിക്കിൾ എഴുതിയത്. അത് രാഷ്ട്രീയ വിവാദമായിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമെങ്കിലും ഉണ്ടാവട്ടെ, ജനങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവട്ടെ.
അതെ, എനിക്ക് സൗകര്യമുണ്ട്. ഡേറ്റ് ചോദിച്ചുകൊണ്ട് അത് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോട്ടോ എടുത്തിട്ട് പോയി. അതിനെ അവർ വലിയൊരു വാർത്തയാക്കാൻ ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്ക് എന്തായാലും പിന്നെ ആ ദിനത്തിൽ ഞാൻ ഇവിടെ ഇല്ല. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചടങ്ങ് കോട്ടയത്ത് 2-ാം തീയതി ഉണ്ട്. അതിന് ഞാൻ പോകുന്നു. അതിന് മുമ്പ് 1-ാം തീയതി എനിക്ക് വേറൊരു നഗരത്തിലൊരു ചടങ്ങുണ്ട്. എന്റെ പ്രോഗ്രാംസ് ഒക്കെ കുറെ ആഴ്ചകൾ മുമ്പ്, ചില മാസങ്ങൾ മുമ്പാണ് ഫൈനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊന്ന് തർക്കി. അതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ? നമ്മൾ ആദ്യം ഡേറ്റ് നോക്കി അല്ല, ആദ്യം അഥവാ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ നോക്കിയിട്ടുണ്ടാവും ഇത് പോണോ, ആരുടെ ഒപ്പമാണ് സംസാരിക്കേണ്ടത്. എന്റെ ഓർമ്മയിൽ അവരെന്തോ ഒരു എക്കോണമിസ്റ്റിന്റെ ഒപ്പം ഒരു ചർച്ച ചെയ്യാനാണ്. അദ്ദേഹം ആരാണ് എന്റെ ഒപ്പം സംസാരിക്കാൻ, എനിക്ക് അദ്ദേഹം സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കണം. പക്ഷെ ആ സ്റ്റേജ് എത്തിയില്ലേ. ഡേറ്റ് പറഞ്ഞോട് ഞാൻ പറഞ്ഞു സോറി എനിക്ക് ഫ്രീ അല്ല. അതോടെ കഥ രണ്ടുപേർ മാത്രമുള്ള ഒരു കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് ചോദിക്കുന്നില്ല. പക്ഷേ താങ്കളുടെ എല്ലാ വിഷയങ്ങളും സോർട്ട് ഔട്ട് ചെയ്തു എന്ന് കരുതുന്നുണ്ട്. അപ്പൊ എനിക്കല്ലായിരുന്നു വിഷയം. എനിക്ക് എന്ത് വിഷയങ്ങളുണ്ടായിരുന്നു? ഞാൻ ചില അഭിപ്രായങ്ങൾ, എനിക്ക് കുറെ കാര്യങ്ങളായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു, സംസാരിക്കാൻ സാധിച്ചു. പക്ഷെ ഞാൻ എല്ലാവരും പരാതികളോ വിഷയങ്ങളോ പ്രശ്നങ്ങളൊക്കെ വരുത്തത്. അപ്പൊ എനിക്കെന്താണ് പൂർത്തിയാക്കാനുള്ളത്? അഥവാ ചിലവരുടെ മനസ്സിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ പറയട്ടെ. ഇത് നോക്കൂ, എനിക്ക് ചിലപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇടയ്ക്ക് നമ്മളുടെ പാർട്ടിയിലകത്ത് ചില നേതാക്കളുടെ ഇടയിലൊരു തമ്മിൽ കേട്ടിട്ട് എപ്പോഴും ഒരു ദുഃഖം തോന്നുന്ന കാര്യമാണ്. ഇത് എന്റെ വിഷയത്തിലെങ്കിലും ഐക്യം വന്നു, നല്ല സന്തോഷമല്ലേ, നല്ലൊരു കാര്യമായിരിക്കട്ടെ. വരുന്നു. താങ്ക്സ്.